അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാലിഫോർണിയയിലെ ആർക്കേഡിയ മുൻ മേയർ ഐലീൻ വാങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. വിദേശ ഏജന്റായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാതെ ചൈനീസ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയ്ക്കുള്ളിൽ പ്രൊപ്പഗാൻഡ അഥവാ ആശയപ്രചരണം നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു പ്രാദേശിക ഭരണാധികാരിയുടെ വീഴ്ചയല്ലെന്നും മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് ചൈന നടത്തുന്ന ആസൂത്രിതമായ കടന്നുകയറ്റത്തിന്റെ തെളിവാണെന്നുമാണ് വാഷിംഗ്ടണിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഐലീൻ വാങ് ചൈനീസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ബീജിംഗിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ചൈനീസ് അനുകൂല നിലപാടുകൾ അമേരിക്കൻ ജനതകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനുമായി അവർ രഹസ്യമായി പ്രവർത്തിച്ചു. ഒരു വിദേശ ശക്തിയുടെ ഏജന്റായി പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ നിബന്ധനകൾ അവർ ബോധപൂർവം ലംഘിച്ചുവെന്നാണ് FBI കണ്ടെത്തൽ. ഇത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗൗരവമുള്ള വിഷയമായി മാറിയിരിക്കുകയാണ്. ചൈനീസ് ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുമായി ഐലീൻ വാങ് നടത്തിയ ആശയവിനിമയത്തിന്റെ തെളിവുകൾ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ അമേരിക്കൻ മണ്ണിൽ ഏകോപിപ്പിക്കുന്നതിൽ അവർ പ്രധാന പങ്ക് വഹിച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയരൂപീകരണത്തെ സ്വാധീനിക്കാനും ചൈനയ്ക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനുമായിരുന്നു ഈ നീക്കങ്ങൾ. ഇതിനായി ചൈനീസ് രഹസ്യാന്വേഷണ ശൃംഖലയുടെ ഭാഗമായ കുറ്റവാളികളുമായും അവർ സമ്പർക്കം പുലർത്തിയിരുന്നു എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിന് നേരെയുള്ള വിദേശ ഇടപെടലുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് FBI ഈ കേസിനെ വിശേഷിപ്പിക്കുന്നത്. പ്രാദേശിക ഭരണാധികാരികളെ സ്വാധീനിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത്. ഇത്തരം ഇൻഫിൽട്രേഷൻ അഥവാ നുഴഞ്ഞുകയറ്റങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ സർക്കാരുകൾക്ക് വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഐലീൻ വാങ്ങിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെച്ചത് അമേരിക്കയിലെ പ്രവാസി ചൈനീസ് സമൂഹത്തെയും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരെയുമായിരുന്നു. ചൈനീസ് ഗവൺമെന്റിന്റെ വിദേശ നയങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള വിവരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും പ്രതിഷേധങ്ങൾ തണുപ്പിക്കുന്നതിനും അവർ മുൻകൈയെടുത്തു. ഇതിനായി ചൈനീസ് ഇന്റലിജൻസ് ശൃംഖലയിലെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ സഹായം അവർ തേടിയിരുന്നു. ഇത്തരത്തിൽ ഒരു വലിയ ശൃംഖല തന്നെ അമേരിക്കയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൈന പടുത്തുയർത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ വാർത്ത വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചൈനയുടെ സ്വാധീനം പ്രാദേശിക തലത്തിൽ വരെ എത്രത്തോളം ആഴത്തിൽ പടർന്നിട്ടുണ്ടെന്ന് അധികൃതരെ ചിന്തിപ്പിക്കാൻ ഈ കേസ് കാരണമായി. മുൻ മേയർ പദവിയിലിരുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ ചൈനീസ് ചാരവലയത്തിൽ അകപ്പെട്ടത് ഭരണകൂടത്തിനുള്ളിലെ പരിശോധനകൾ കർശനമാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് ഡോളർ ചിലവാക്കി ചൈന ഇത്തരം സ്വാധീന ശക്തികളെ വളർത്തിയെടുക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഐലീൻ വാങ് പ്രവർത്തിച്ചിരുന്ന ആർക്കേഡിയ നഗരം കാലിഫോർണിയയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അവിടെ മേയർ പദവിയിലിരിക്കെ അവരെടുത്ത തീരുമാനങ്ങളും പങ്കുവച്ച വിവരങ്ങളും പുനഃപരിശോധിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ചൈനയുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട രഹസ്യ സന്ദേശങ്ങൾ കൈമാറാൻ അവർ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നതായും സംശയിക്കുന്നു. വിദേശ ഏജന്റായി രജിസ്റ്റർ ചെയ്യാതിരുന്നതിലൂടെ അവർ തന്റെ യഥാർത്ഥ ലക്ഷ്യം മറച്ചുവെക്കുകയായിരുന്നു. അമേരിക്കയിലെ ചൈനീസ് വംശജരായ രാഷ്ട്രീയ പ്രവർത്തകർക്കുമേൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്താൻ ഈ സംഭവം കാരണമായിട്ടുണ്ട്. ഇത് നിർഭാഗ്യകരമാണെങ്കിലും സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ രാഷ്ട്രീയ നേതാക്കളുടെ വിദേശ ബന്ധങ്ങൾ കർശനമായി നിരീക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിദേശ ഫണ്ടിംഗ്, ബന്ധങ്ങൾ, രഹസ്യ കൂടിക്കാഴ്ചകൾ എന്നിവയെല്ലാം ഇനി മുതൽ കനത്ത നിരീക്ഷണത്തിലായിരിക്കും. ഐലീൻ വാങ് കേസ് ഒരു പാഠമായി ഉൾക്കൊള്ളാനാണ് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളുടെ തീരുമാനം. ചൈനയുടെ ചാരപ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും വ്യക്തികളെ സ്വാധീനിച്ചുള്ള ഹ്യൂമൻ ഇന്റലിജൻസ് രീതികളിലേക്ക് അവർ മാറിയിരിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു. പ്രാദേശിക നേതാക്കളെ തിരഞ്ഞെടുത്ത് അവരെ പ്രലോഭനങ്ങളിലൂടെയും മറ്റും വശത്താക്കി തങ്ങളുടെ വക്താക്കളാക്കി മാറ്റുകയാണ് ബീജിംഗ് ചെയ്യുന്നത്. ഐലീൻ വാങ്ങിനെ പോലുള്ളവർ ഈ കെണിയിൽ വീണത് എങ്ങനെയാണെന്ന് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനു പിന്നിൽ വലിയൊരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്.
അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രോസിക്യൂട്ടർമാർ ഇതിനെ കാണുന്നത്. ഒരു വിദേശ ശക്തിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റമായാണ് കരുതപ്പെടുന്നത്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് അമേരിക്കൻ സിസ്റ്റത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്നത് അതീവ ഗൗരവതരമാണ്. വിദേശ ഏജന്റ് രജിസ്ട്രേഷൻ ആക്ട് ലംഘിച്ചതിലൂടെ അവർ വലിയൊരു നിയമ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഐലീൻ വാങ്ങിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളും ബാങ്ക് രേഖകളും FBI പരിശോധിച്ചു. ചൈനീസ് ഉദ്യോഗസ്ഥരുമായി അവർ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ നയതന്ത്ര രഹസ്യങ്ങൾ വല്ലതും അവർ കൈമാറിയിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. ചൈനീസ് ചാരന്മാരുമായി ഇത്രയേറെ അടുപ്പം പുലർത്തിയ ഒരാൾ മേയർ സ്ഥാനത്തിരുന്നത് സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ചൈന ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പുറത്തുവരുന്ന തെളിവുകൾ അവരെ പ്രതിക്കൂട്ടിലാക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ബീജിംഗിന്റെ ഔദ്യോഗിക നിലപാട്. എന്നാൽ ലോകമെമ്പാടും ചൈന ഇത്തരത്തിലുള്ള സ്വാധീന തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ചൈനീസ് ഏജന്റുകൾ പിടിയിലായ വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസ് വന്നതോടെ അമേരിക്കയിലെ മറ്റു സ്റ്റേറ്റുകളിലും സമാനമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചൈനീസ് ബന്ധമുള്ള മറ്റ് ജനപ്രതിനിധികളും നിരീക്ഷണത്തിലാണ്. വിദേശ ഇടപെടലുകളെ ചെറുക്കാൻ പുതിയ നിയമനിർമ്മാണങ്ങൾക്കും സാധ്യതയുണ്ട്. അമേരിക്കൻ ജനാധിപത്യം വിദേശ ഏജന്റുകളുടെ കളിക്കളമാകാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐലീൻ വാങ് കുറ്റം സമ്മതിച്ചതോടെ ഈ ശൃംഖലയിലെ മറ്റ് കണ്ണികളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി. ഇവരുടെ സഹായത്തോടെ ചൈന ലക്ഷ്യം വെച്ച പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആർക്കേഡിയ നഗരത്തിലെ വികസന പദ്ധതികളിലോ കരാറുകളിലോ ചൈനീസ് കമ്പനികൾക്ക് അനധികൃതമായി എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നു. വിദേശ ഏജന്റായി പ്രവർത്തിക്കുന്നത് നിയമപരമായി തെറ്റല്ലെങ്കിലും അത് കൃത്യമായി അധികൃതരെ അറിയിക്കണം എന്നതാണ് നിയമം. തന്റെ പ്രവർത്തനം രഹസ്യമാക്കി വെച്ചതിലൂടെ അവർ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇത് അമേരിക്കൻ നിയമവ്യവസ്ഥയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ഈ ചതിയിലൂടെ അവർക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. അമേരിക്കൻ സമൂഹത്തിൽ ചൈനയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്താനാണ് താൻ ശ്രമിച്ചതെന്ന വാദം അവർ ഉയർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ വിദേശ ഇന്റലിജൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളെ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല. പ്രൊപ്പഗൻഡ എന്നത് സമാധാനപരമായ ആശയ പ്രചരണമല്ല, മറിച്ച് മസ്തിഷ്ക പ്രക്ഷാളനത്തിനുള്ള ആയുധമാണ്. അത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നതാണ് പ്രധാനം. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനീസ് ചാരവലയം അമേരിക്കയുടെ എത്രത്തോളം ഉള്ളിലേക്ക് വേരൂർന്നിട്ടുണ്ടെന്ന് ലോകം കാണാനിരിക്കുകയാണ്. ഐലീൻ വാങ്ങിനെതിരെയുള്ള ശിക്ഷാ നടപടികൾ വിദേശ ഏജന്റായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായിരിക്കും. അമേരിക്കൻ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി സൈബർ ആക്രമണങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം ഹ്യൂമൻ ഇന്റലിജൻസ് ഭീഷണികളും മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യയേക്കാൾ അപകടകരമാണ് മനുഷ്യരെ ഉപയോഗിച്ചുള്ള ഇത്തരം ചാരപ്രവർത്തനങ്ങൾ. ഐലീൻ വാങ് കേസ് ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മുടെ ജനാധിപത്യം നാം തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. വിദേശ ശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങുന്ന ഭരണാധികാരികൾ രാജ്യത്തിന് ശാപമാണ്. ഐലീൻ വാങ്ങിന്റെ പതനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ കേസ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് ഉറപ്പാണ്. വ്യാപാര യുദ്ധത്തിന് പിന്നാലെ ഇപ്പോൾ ചാരയുദ്ധവും കൊടുമ്പിരികൊള്ളുകയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കൻ മണ്ണിലെ ചൈനീസ് നുഴഞ്ഞുകയറ്റം തടയാൻ വാഷിംഗ്ടൺ ഇനി എന്ത് കർശന നടപടികളാണ് സ്വീകരിക്കുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.